ഹായ്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ എന്താ പറയുക പഴയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ വീടെന്ന് ഇവിടെയാണ്. അതായത് ഞാൻ ജനിച്ച് വളർന്നത് കുഞ്ഞിൽ ഏറ്റവും ചെറുതിൽ തന്നെ ഞങ്ങളൊക്കെ വളർന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മണ്ണിട്ട റോഡായിരുന്നു. ഇവിടെയൊക്കെ എന്താ പറയുക ഫുള്ള് മരങ്ങളും ചെടികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ ഭയങ്കര സ്വന്തം വീട് എന്ന് പറയുന്നൊരു സ്വപ്നം ഉണ്ടല്ലോ, അത് ഇവിടെയാണ്. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച് വളർന്ന പിന്നെ വാടകയും എന്റെ വീട് ഇപ്പൊ അവിടെ ആരാ താമസിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ആശ ചെറുപ്പം മുതലുള്ള വീട് അല്ലേ? നമ്മുടെ കല്യാണത്തിനൊക്കെ ഈ വീടായിരുന്നു. പിന്നീട് അത് കുറച്ച് ബുദ്ധിമുട്ടിന്റെ പുറത്ത്, കുറച്ച് സാഹചര്യങ്ങളുടെ പുറത്ത് നമ്മുടെ ഈ വീടിന്റെ എന്താ പറയാ അസ്ഥിവാരം തുടങ്ങിയിട്ടുള്ള പണികളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അത് എന്താ പറയുക, ഇതിന് മുന്നേ ഞങ്ങൾ ചെറിയൊരു ഓല മേഞ്ഞ കുടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഓലപ്പരയിൽ എന്നിട്ട് പിന്നെ അച്ഛന് ഗവൺമെൻറ് ജോലിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലോണ് കിട്ടി. അങ്ങനെ ലോൺ എടുത്ത് വീട് വെക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എനിക്ക് അന്ന് ആ ഓല മേഞ്ഞ വീട്ടിൽ താമസിക്കുമ്പോൾ 2 വാതിലുള്ള ഒരു വീട്ടിൽ താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട് പൊളിക്കാൻ പോവാണ്, വീട് പുതിയത് വെക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനന്ന് 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിൽ പഠിക്കുക. ഭയങ്കര എന്താ പറയാ, ഈ ഭാഗത്ത് തന്നെ, ഈ സ്ഥലത്ത്. ഇതിന് ബാക്കിൽ ഇത് എത്ര 14 സെന്റ് സ്ഥലം അല്ലേ? 14 സെന്റ് സ്ഥലം. നമ്മുടെ കല്യാണം കഴിയുമ്പോ ഇത് ഫുള്ള് പണി തേപ്പൊക്കെ കഴിഞ്ഞു. അതെ അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നീട് ചെയ്തതാണ്. അത് വേറെ ആൾക്കാർ വാങ്ങിച്ചിട്ട് പിന്നീട് ചെയ്തതാണ് ഈ കളറൊക്കെ കേട്ടോ. നമ്മുടെ കല്യാണ സമയത്ത് പിങ്ക് കളറായിരുന്നു അത്. പിന്നെ അതിന് തുടക്കത്തിൽ അച്ഛന് ലോണൊക്കെ കിട്ടിയിട്ട് ചെറിയൊരു ടെറസ് വീട് പണിത് അങ്ങനെ ഇട്ടു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പണിയൊന്നും കഴിയാണ്ട് തന്നെ അങ്ങനെ കയറി താമസിച്ച് പിന്നെ ഓരോ ഘട്ടമായിട്ടാണ് ഓരോ പണികളും തീർത്ത് വന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ കല്യാണ സമയത്താണ് ബാക്കി, അതായത് ഈ തേപ്പും ജനലും കാര്യങ്ങളും ഒക്കെ വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഒന്നര വർഷം അതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്കത് ബാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ വിൽക്കേണ്ടി വന്നു. ഇത് ഞങ്ങളുടെ എത്ര വർഷങ്ങൾക്ക് ശേഷം വീട് പണിയാൻ പോകുന്നത്. അതെ അതെ, അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 18ാമത്തെ വർഷം ആവാനാ പോണത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് പറയണമെങ്കിൽ കുറേ കഥകളുണ്ട്, വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഞങ്ങളുടെ തറവാട് എന്ന് പറയുമ്പോൾ വലിയച്ഛൻ്റെ വീട്. അപ്പോൾ അതായത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം കഴിയുമ്പോൾ ഉള്ള വീടാണ് തൊട്ടടുത്തത്. അവിടെ വലിയച്ഛനും വലിയമ്മയും 2 ഏട്ടന്മാർ അവരുടെ ഭാര്യമാർ ഒക്കെ ആണ് താമസിക്കുന്നത്. വലിയച്ഛൻ മരിച്ചു. വലിയച്ഛൻ ഇപ്പോൾ ഒരു 3 വർഷമായി. വലിയച്ഛന് 4 മക്കളാണ്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ചേച്ചിമാർ കല്യാണം കഴിഞ്ഞ് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവരുടെ മക്കളുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും എന്താ പറയുക ചേട്ടൻ പുതിയ വീട് പണിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം, കാരണം ഞാൻ ജനിച്ച് വളർന്ന വീടാണല്ലോ. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 6-7 വയസ്സ്, ഒരു 8 വയസ്സൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങൾ മാറിയതും ഒക്കെ. അതിന് മുന്നൊക്കെ ചെറുതിലൊക്കെ ഞാൻ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മേനെയും അച്ഛനെയൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് ആ വീട്ടിലാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അല്ലേ, പോവാ. ഇതാണ് ജിനി. ഹലോ ജിനി. ഞങ്ങൾ ഓർമ്മയില്ലേ? എന്തിനാ കുറയ്ക്കണ്? മറന്നുണ്ടാവും. ഇല്ലേ ഏട്ടത്തിയമ്മ? ഞങ്ങൾക്ക് എന്താ ഒത്തിരി പേടിയാണ് കേട്ടോ. എങ്ങാനും എന്റെ എങ്ങാനും കെട്ടഴിയോ എന്നുള്ള ടെൻഷനാ. ദേ ഞങ്ങൾ വന്ന് കയറി. ആഹാ, അവര് വന്നപ്പോഴും കര തന്നെയാണ്.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. വില്ലേജൻ്റെ വീട്. ഇതിൻ്റെ ഫ്രണ്ട് അപ്പുറത്തായിട്ടാണ്, ആദ്യം അപ്പുറത്തായിരുന്നു, പിന്നെ ആണ് ഇപ്പുറത്തേക്ക്. അയ്യോ വാ, കുറേ മുറ്റായിരുന്നു പണ്ടൊക്കെ. ഇങ്ങനെ മുറ്റടിച്ചിട്ട് ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നു. വില്ലേജൻ്റെ രണ്ടാമത്തെ മോൻ്റെ വീടാണിത്. അപ്പോൾ വേറെ വീട് വെച്ചു അവരവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ മൂത്ത ചേട്ടൻ ആ വിളക്ക് വെച്ചു അല്ലേ? അപ്പൊ നേരത്തെ എത്തിയില്ലേ? വാ, ഇതാണ് ചേട്ടൻ. വാ വാ കേട്ടോ, ഭംഗിയൊക്കെ ഉണ്ട്. ഇതാണ് ചേട്ടൻ കേട്ടോ. ഇത് മൂത്ത ചേട്ടൻ, ചേട്ടത്തിയമ്മ. ഭംഗിയൊക്കെ ഉണ്ട്. അവരിപ്പോ വന്നേ ഉള്ളു, ജോലി കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതേപ്പോ വന്നേ ഉള്ളൂ. ഞങ്ങള് രാവിലെ, അവൾക്ക് സ്കൂളുണ്ട് 10:30, 10:30 വരെ ഉള്ളൂ. അപ്പൊ 10:30 അവളെയും കൂട്ടിയിട്ട് വന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പൊ എന്താ പറയാ, ഞങ്ങള് വന്ന് ചായയൊക്കെ കുടിച്ചു അല്ലേ? കൊറേ നേരം സംസാരിച്ചിരുന്നു. 8:30 ഇപ്പൊ സമയം. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് പോവാന്നാണ് ഏട്ടൻ്റെ അടുത്തേമ്മയും പറയണത്. അപ്പോ വേണ്ടാന്ന് ഒരുപാട് നിർബന്ധിച്ചു ഞങ്ങള്. പക്ഷെ എന്തായാലും അവര് കഴിക്കാണ്ട് വിടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും പുറത്തു പോയി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ വീട് 50 വർഷം പഴക്കമുള്ള വീടാണ്. അതെ. അപ്പോ എന്താ പറയാ, എന്തായാലും പൊളിക്കാൻ പോകുമ്പോ നമ്മള്, ഞാനൊക്കെ ഇവിടെ വളർന്ന കാരണം കൊണ്ട് നമുക്കൊരു എന്താ പറയാ, ചേട്ടത്തിയമ്മ എന്റെ ചായ ഇല്ലേ, എപ്പോഴും ഞങ്ങള് പറയാറുണ്ട്. എപ്പോഴും നിങ്ങൾ രണ്ടുപേരും തെറ്റാറുണ്ട്. ചേച്ചിയാണോ ചേച്ചിയാണോന്ന് പറഞ്ഞിട്ട് എന്നോടും സംസാരിക്കാറുണ്ട്. അതുപോലെ ഞാനാണ് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത്. ഇത് ചേട്ടൻ്റെ, അതായത് വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യയാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ അമ്മായിയുടെ മോള് കൂടിയാണ് കേട്ടോ. അതാണ് ഈ ചായ വരാനുള്ളൊരു ഇത് കാരണം. അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 3 റൂമാണ്. അന്നത്തെ പണ്ടത്തെ കാലത്ത് ഇത്രയും വലിയ പ്ലാനിങ്ങിലൊരു വീട് എന്ന് പറയുമ്പോ അല്ലേ, 3 ബെഡ്റൂം ഉണ്ടല്ലേ? 3 ബെഡ്റൂം വല്യച്ഛന്റെ പ്ലാനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 വർഷം പഴക്കമില്ല. അന്നത്തെ കാലത്ത് വീട് 50 വർഷം നിൽക്കില്ല. അതെ, ഇന്നും ഇപ്പോഴും ബലുണ്ട് അല്ലേ? അതെ. ഇപ്പൊ 2 ബെഡ്റൂം, ഇവിടെ 2 ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, പുറത്തൊരു, അതെ. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ചെറിയൊരു ഡൈനിങ് പോലെ. പക്ഷെ ഇപ്പൊ ബെഡ് ഇട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ താഴെ എല്ലാരും ഇവിടെ ഒരുമിച്ച് തന്നെ ആയിരുന്നു. അധികമായിട്ടില്ലാണ്ട് മാറിയിട്ട് എത്ര നാളായിരുന്നു? കുറച്ച് നാളായിരുന്നു അല്ലേ? 10 വർഷമായില്ലേ? 10 വർഷമായി. അപ്പോൾ രണ്ടാമത്തെ ചേട്ടനും ഏടത്തിയമ്മയും അവിടെയാണ് അവര് താമസിക്കുന്നത്. അപ്പൊ അവരിപ്പോ ഇന്നിപ്പോ അമ്പലത്തില് ഉത്സവം നടക്കണല്ലോ. അപ്പൊ ഇപ്പൊ അവര് അമ്പലത്തിലേക്ക് തൊഴാൻ പോയിരിക്കുക. അപ്പോൾ അവരേനെ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് വീട് അല്ലേ? നമുക്ക് പോയാലോ? ഇതാണ് ഞങ്ങളുടെ അച്ഛമ്മ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയാണിത്, അമ്മയുടെ അമ്മയാണിത്. ഒരു ഫോട്ടോ അവിടെ വീട്ടിലും ഉണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട് സെയിം ഫോട്ടോ. ഫോട്ടോ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടൻ. ഇത് വല്യമ്മ. വല്യമ്മ ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അത് കാരണം ഇവിടെ വല്യമ്മയുടെ കാര്യം ശരിക്കും പറയാൻ മറന്നുപോയി. വല്യമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. വല്യമ്മ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വല്യമ്മനെയൊക്കെ കണ്ടു വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അച്ഛൻ്റെ ചേട്ടനാണ് ഇപ്പോൾ, അച്ഛനും അച്ഛൻ്റെ ചേട്ടനും അങ്ങനെ വല്യച്ഛൻ. ഇവർ 2 മക്കളാണ്. പിന്നെ അമ്മായിയുടെ മോള് എന്ന് പറഞ്ഞത് അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ മോൻ്റെ മോള് അല്ലേ? അങ്ങനെയല്ലോ, അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ മോളുടെ മോള് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ അമ്മായിയുടെ മോള്, വല്യച്ഛൻ ചെറിയച്ഛൻ്റെ മക്കള്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മളിത് 8:30 അല്ലേ? 8:30 കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങള് എല്ലാവരും കൂടി കിട്ടൂലേ? ചേച്ചിക്ക് ഏട്ടത്തിയമ്മയ്ക്ക് 2 മക്കളാണ്. മൂത്ത ആള് ബാംഗ്ലൂർ പഠിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ആള് ഇപ്പൊ 10th കഴിഞ്ഞു. ഞങ്ങള് വന്നപ്പോ ഇങ്ങനെ 3 പേരും അവിടെ നഴ്സിങ്ങിനല്ലേ ബാബു. അപ്പോൾ ഇപ്പൊ തിങ്കളാഴ്ച പോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴാ വരിക എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അപ്പോൾ കുട്ടികൾ അപ്പോൾ 2 പേരും 3 അവരെ കൂടെ കൂടി എന്താ പറയാ, ഫോണിൽ കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.
അപ്പൊ ഇപ്പൊ അടിപൊളി വീടൊക്കെ കെട്ടട്ടെ അവര് അല്ലേ? നമുക്ക് വീട് കെട്ടിട്ട് ഇനി അതെ വീടൊക്കെ കെട്ടി ഹൗസ് വാമിങ് അടിച്ചു പൊളിക്കണം അല്ലേ? അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.